എടാ നീ ഇങ്ങനെ കനകനും ജമന്തിനും മാത്രം കുറ്റം പറയല്ലേ? നിന്റെ ഭാര്യയ്ക്കില്ലേ അവരമ്മേനെ നോക്കാനുള്ള അവകാശം? ആ അതിന് ഈ മുതലിനെ ഞങ്ങൾക്ക് അങ്ങോട്ട് വിട്ടു തരണ്ടേ? 10 ദിവസം വിട്ടു തന്നോട്ടോ, ഞങ്ങൾ അന്തസ്സായിട്ട് നോക്കും. നോക്കും. നിങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ച് ഇങ്ങോട്ട് കുളിപ്പിച്ചിരുത്തും. ഒന്ന് പോടാ. ചായ കാല് തട്ടി വീഴ് കൊല്ലാൻ വേണ്ടിട്ടാണോ ഇത്? ചായ പറഞ്ഞ കുടിച്ചത് മതി, ഞാൻ എടുത്തില്ല. നീ ഇങ്ങോട്ട് എടുത്ത് കളിക്കാണ്ട്, നീ അധികം കുടിക്കണ്ട, കറുത്തു കണ്ടോ? എന്റെ ദൈവമേ, അമ്മ അവിടെ എത്തിന്ന് അറിഞ്ഞപ്പോഴാ സമാധാനം ഇത് മനുഷ്യന്. പക്ഷെ ഞാൻ പറയണത് അമ്മ അവിടെ എത്തരുതായിരുന്നു, എങ്ങോട്ടെങ്കിലും വഴുതിട്ട് പോകണമായിരുന്നു. അപ്പോഴേ ഇവനൊക്കെ പഠിക്കൂ. ആര് പഠിക്കുള്ളൂ? ആര്? നിന്റെ ആങ്ങള. ആണോ? നിങ്ങൾക്ക് എന്താല്ലേ നഷ്ടം? നിങ്ങളുടെ അമ്മയല്ലല്ലോ വഴുതെറ്റി പോണായിരുന്നെന്ന്. എന്റെ അമ്മയെ ഞാൻ അന്തസ്സായിട്ട് തന്നെ നോക്കണത്. ഭയങ്കര അന്തസ്സായിട്ടാ നോക്കണേ. എടി എന്തുണ്ടായേ? എന്തിനപ്പ ചേച്ചി അവിടെ വന്ന് നിക്കണ്? ആർക്കും ഒന്നും അറിയില്ല. എന്താ ഉണ്ടായെന്ന് ആർക്കും അറിയാവുന്ന. അവള് വന്നിട്ട് പറയണ എന്താ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറഞ്ഞെന്ന് പറഞ്ഞു, കനകനും അമ്മയും കൂടി. അത് ഇതിന് മാത്രം സീരിയസ് ആക്കാനുള്ള സംഗതി ഒന്നുമില്ല. ഇല്ലല്ല, അമ്മേനോട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂ അമ്മാവ? ഞങ്ങൾക്ക് അമ്മ മാത്രല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ജമന്തി പറഞ്ഞാണ്ട് വിശ്വസിക്കുക? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ടാണെങ്കിൽ എത്രയോ ദിവസം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇതുവരെ എന്റെ ചേച്ചി അവിടെ വന്നു നിന്നുണ്ടോ? ഇല്ല. ഒരമ്മയുടെ മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും. അവൻ അത് ചെയ്യും. എന്താ വേണ്ടേ? ഒന്ന് ഇച്ചിരി മിണ്ടാതിരിക്കാം. അതാ ഞാനെന്തെങ്കിലും സത്യം പറഞ്ഞാൽ ക്ലീറ്റോ കുറ്റക്കാരൻ. അതാണ്. അമ്മാവ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞ എന്തേന്നേ? ഞാൻ എന്തിനാ കൊണ്ടുവരുന്നേ? എന്തേ? എനിക്ക് എന്റെ ചേച്ചിയെ അധികം ഒന്നും ആവില്ല. എത്ര ദിവസം വേണമെങ്കിൽ അവിടെ വന്നിരുന്നോട്ടെ, എനിക്ക് സമാധാനമേ ഉള്ളൂ. പെൻഷൻ കാശ് 10,000 രൂപ അങ്ങോട്ട് കിട്ടുമല്ലോ. നിർത്തറ, നിങ്ങളെ പോലെ കാശിന് വേണ്ടിയിട്ടാ ഞാൻ എന്റെ കൂടെ പറഞ്ഞ നോക്ക്. അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആങ്ങളും പെങ്ങളും കൂടിയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ വന്നിക്കില്ല. അമ്മാവ എന്റെ തങ്കം അങ്ങനെ ഒന്നും അമ്മയെ പറയൂല. കാരണം അവക്ക് എന്നെ തന്നെ പഴി പറഞ്ഞിട്ട് സമയം ബാക്കി കിട്ടിയാലല്ലേ അമ്മയെ പറയുള്ളൂ. ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് ചേച്ചീനോട് പറഞ്ഞു വെച്ചിട്ട് പച്ചനെ സുഖമില്ല പറഞ്ഞു പോയിരിക്കും. വരുന്നത് ആ രണ്ട് കഥാനായകൻ. അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തേ? അല്ല, അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തേ? എന്താ പറഞ്ഞെന്ന് വെച്ചാ പറയാം. അല്ലേ അമ്മ അവിടെ എത്തിന്ന് പറഞ്ഞില്ലേ? അമ്മ അവിടെ എത്തി. അമ്മ എന്താ നീ എന്തോ പറഞ്ഞെന്നും പറഞ്ഞാ? ഞാനോ? വെറുതെ നിങ്ങൾ പൊട്ടം കളിക്കരുത് കേട്ടോ. എടാ എന്തുണ്ടായിന്ന് പറയടാ. എന്ത്? ഞാനോ നീയോ എന്താ അമ്മേനെ പറഞ്ഞിട്ടുണ്ട്? അത് അമ്മ വരാത്തെ പോലും. നിങ്ങൾ രണ്ടാളെന്നല്ല, നിങ്ങൾ 4 പേരും കൂടിയിട്ട് എന്റെ ചേച്ചിക്ക് തൊഴിലും കൊടുത്തിട്ടില്ല. എന്താണ്ടായി എനിക്ക് അറിയണം. അതിനപ്പ ഞാൻ വന്ന്. അത് മരുമോനെ അങ്ങ് വിട്ടരാ കേട്ടാ. ഞാൻ ആ അമ്മയെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്. അപ്പൊ അമ്മാവൻ ചോദിച്ചില്ല എന്താ പ്രശ്നം? അത് ചോദിച്ചു, പറയുന്നില്ല. ഇരുന്ന് കരയാണ്. നിങ്ങൾ നിന്ന് ഇതേവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പറഞ്ഞിട്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണ പറയുന്ന പോലെയൊക്കെ ഇന്നലെ രാത്രി എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. പക്ഷെ അതിപ്പോ ഇങ്ങനെ തെറ്റിപ്പോവാൻ മാത്രമുള്ള വിഷയമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. സാധാരണ പോലെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്റെ ചേച്ചി അവിടെ വീട്ടിൽ വന്നിരിക്കുന്നത്. എടാ മരണം വരെ 2 പേരും കണ്ടോണ്ടിരിക്കണം എന്ന് കരുതിയിട്ടല്ലേ ഇവൾ ഇമ്മാരി ഒരു തോന്നിയാസം കാണിച്ചിട്ടും കൂടി തൊട്ടടുത്ത് പിന്നല്ലാതെ. അതെ, ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ അമ്മയുടെ മനസ്സ് നല്ലപോലെ വേദനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെ അമ്മ ഇറങ്ങി പോയത്. നീ ഒന്ന് ഇറങ്ങി പോകാം. ചുമ്മാ ഇതാണ് എന്റെ സ്വഭാവം. നീ ഇതുപോലെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇല്ല മാവ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. ഞാനേ ഇത് സംഭവം അമ്മേനൊന്നും കൂടെ കൊണ്ടുവരുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല എന്റെ ചേച്ചി എന്റെ അടുത്തിരുന്നോട്ടെ. എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട്. ചേച്ചിക്കും ചോദിക്കാനും പറയാനും ആളുണ്ട്. അതെ, അമ്മയ്ക്ക് ഇച്ചിരി സ്വസ്ഥത കിട്ടട്ടെ. അതെ, 4 ഇങ്ങോട്ട് നോക്കണേ. 4 ദിവസം ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ അമ്മയില്ലാത്ത വിഷമങ്ങൾ അറിയും. അപ്പൊ അമ്മയെന്ന് വിളിച്ചോണ്ടെങ്ങാൻ എന്റെ വീട്ടിലേക്ക് വന്ന 2ന്റെയും മുട്ടുകാലും ഞാൻ തല്ലുപിടിക്കും. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട. എന്ത് സംഭവം? കുന്തം. നീയേ എവന്റെ കഥയും കേട്ടോ ഇവിടെ ഇരിക്കാതെ അങ്ങോട്ട് വന്നേ. നമ്മളെ ക്ലാസ് അല്ലേ ഇവിടെ ഇത്? ആ ക്ലാസ് ഒരു കാര്യം ചെയ്യണം, അരച്ചിട്ട് വിഴുങ്ങ്. ഞാൻ വിഴുങ്ങൂടാ, ഞാൻ ഇത് പൊരിച്ചെടുക്കും. ഓ എനിക്ക് ചായ ഒന്നും വേണ്ട. ഞാൻ അവന്റെ മോന്ത കണ്ടിട്ട് ആ ചായ ഇറങ്ങിപ്പോണ്ടേ. നീ ഒക്കോ വേണ്ടെങ്കിൽ വരികയാണ്. ഇതൊക്കെ തന്നെ ഭ്രാന്താന്ന് തോന്നുന്നു.